വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് ലേൺ ദ ബെസ്റ്റ്. സോ നമ്മൾ +2 ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും ഒപ്പം LDC മെയിൻ എക്സാമിനേഷനും വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ കാണണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുപോലെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രീആംബിൾ അഥവാ ആമുഖം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ്. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് എങ്കിലും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ കറക്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ശരിക്കും പ്രീആംബിൾ അഥവാ ആമുഖം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഭരണഘടനയുടെ നേച്ചർ അഥവാ പ്രകൃതം എന്താണ്, ഈ ഭരണഘടന എന്നാണ് നമ്മുടെ സ്വീകരിക്കപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ആമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ആമുഖം അഥവാ പ്രീആംബിൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീആംബിൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി എന്താണ് പ്രീആംബിൾ അഥവാ ആമുഖം എന്ന് നോക്കാം. അതായത് 1946 ഡിസംബർ 6 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചിരുന്നു, അല്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം ഡിസംബർ 13 അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് അവതരിപ്പിക്കുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ആ ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറിയത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രീആംബിൾ ആയിട്ട് മാറിയത്. ഇനി ഈ നെക്സ്റ്റ് ഒരു ഡേറ്റും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഈ ലക്ഷ്യപ്രമേയം അഥവാ ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22. ഓക്കെ, അപ്പോൾ ഈ ഒരു ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രീആംബിൾ ആയിട്ട് മാറിയത്. അപ്പോൾ അത് അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ നമ്മുടെ പ്രീആംബിളിൻ്റെ ശില്പി എന്ന് പറയുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ദ ആർക്കിടെക്ട് ഓഫ് പ്രീആംബിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ വേറെ കുറച്ച് ശില്പികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ശില്പിയാണ്? ഭരണഘടനയുടെ ശില്പി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി. ഓക്കെ, നെക്സ്റ്റ് മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ശില്പി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഈ 3 ശില്പികളും കൂടി തിരിഞ്ഞു പോകരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ചോദിക്കുന്നെങ്കിൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ആമുഖത്തിൽ 73 വാക്കുകളാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര വാക്കുകളുണ്ട്? 73 വാക്കുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ പ്രീആംബിൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും, അതേപോലെ 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് എന്തായിട്ട് മാറിയിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ പ്രീആംബിളായിട്ട് മാറിയിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാണ് ജവഹർലാൽ നെഹ്റു ആണ്. അതേപോലെ എത്ര വാക്കുകളാണ് നമ്മുടെ പ്രീആംബിളിലുള്ളത്? 73 വാക്കുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രീആംബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റാം മനോഹർ സിൻഹയാണ്. അപ്പോൾ പ്രീആംബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? റാം മനോഹർ സിൻഹ. ഓക്കെ, അപ്പോൾ റാം മനോഹർ സിൻഹയാണ് മനോഹരമായിട്ട് എന്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? പ്രീആംബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം. നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? നന്ദലാൽ ബോസാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കുക. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്രീആംബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ എക്സാമിന് ചോദിക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രീആംബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാചകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരായ നാം എന്നാണ് ഇത് തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ.
അതേപോലെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 അപ്പോൾ അതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് അഥവാ തീയതി എന്ന് ചോദിച്ചാൽ ഏതാണ്? 1949 നവംബർ 26. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മുടെ ഭരണഘടന സ്വീകരിക്കപ്പെടുന്ന ഡേറ്റ് ആണ് 1949 നവംബർ 26. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് നമ്മുടെ പ്രിയാമ്പിളിലുള്ള ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ 4 ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ജസ്റ്റിസ് അഥവാ നീതി, രണ്ടാമത്തേത് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം, മൂന്നാമത്തേത് ഇക്വാളിറ്റി അഥവാ സമത്വം, നാലാമത്തേത് ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം. ഈ 4 ലക്ഷ്യങ്ങളാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ജസ്റ്റിസും ലിബർട്ടിയും ഇക്വാളിറ്റിയും ഫ്രറ്റേണിറ്റിയും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് ജസ്റ്റിസ് അഥവാ നീതി എന്താണെന്ന് നോക്കാം. അതായത് എല്ലാ പൗരന്മാർക്കും 3 തരത്തിലുള്ള നീതി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായി സോഷ്യൽ ജസ്റ്റിസ് അഥവാ സാമൂഹിക നീതി. എന്താണ് സാമൂഹിക നീതി? രണ്ടാമതായിട്ട് എക്കണോമിക്കൽ ജസ്റ്റിസ് അഥവാ സാമ്പത്തിക നീതി, മൂന്നാമതായിട്ട് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അഥവാ രാഷ്ട്രീയ നീതി. അപ്പോൾ സാധാരണ എക്സാംസിന് ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ജസ്റ്റിസ് ഏതൊക്കെയാണ്, നീതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണത്? സാമൂഹിക നീതിയുണ്ട്, സാമ്പത്തിക നീതിയുണ്ട്, അതുപോലെ രാഷ്ട്രീയ നീതി. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, ഇത് 3ഉമാണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന 3 നീതികൾ. ഓക്കെ, ഇനി രണ്ടാമത്തേത് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം. അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും അതുപോലെ അവരുടെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം തിരഞ്ഞെടുക്കാനും ആരാധന നടത്താനുമുള്ള അധികാരം ആർക്കുണ്ട്? സ്വാതന്ത്ര്യം ആർക്കുണ്ട്? നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ലിബർട്ടിയിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഇക്വാളിറ്റി അഥവാ സമത്വത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് എല്ലാ വ്യക്തികളും എല്ലാ പൗരന്മാരും എന്താണ്? തുല്യരാണ്, സമന്മാരാണ്. അതായത് സ്ഥിതി സമത്വവും ഒപ്പം തന്നെ അവസര സമത്വവും ഇന്ത്യ ഉറപ്പ് നൽകുന്നു. അതായത് വർണ്ണമോ അല്ലെങ്കിൽ വർഗമോ അങ്ങനെ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല. എല്ലാ പൗരന്മാരും തുല്യമാണ്. അവർക്ക് എല്ലാവർക്കും എന്തുമുണ്ട്? തുല്യ അവസരവുമുണ്ട് അഥവാ അവസര സമത്വവുമുണ്ട്. നമ്മുടെ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഇന്ത്യയിലെ ഏതൊരു പൊസിഷനിലും എത്താനുള്ള എന്തുണ്ട്? ആ ഒരു സമത്വം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നു. ഓക്കെ, അതാണ് സമത്വം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫ്രറ്റേണിറ്റി എന്താണ്? സാഹോദര്യം. ഫ്രറ്റേണിറ്റി എന്താണ്? സാഹോദര്യം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആമുഖം ഡിസൈൻ ചെയ്ത് റാം മനോഹർ സിൻഹയാണ്. അതുപോലെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നാം. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് 1949 നവംബർ 26. അതുപോലെ ഒബ്ജക്റ്റീവ്സ്, പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏതൊക്കെ നീതികളാണ്? സോഷ്യൽ അഥവാ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, അതുപോലെ തന്നെ രാഷ്ട്രീയ നീതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി പ്രിയാമ്പിളിനെ കുറിച്ച് നമുക്ക് ഒരേ ഒരു കാര്യം കൂടി പഠിച്ചാൽ മതി. അതായത് പ്രിയാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന്. എന്താണ്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതായത് ഏകദേശം ഒരു 5 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന് തൊട്ട് മുന്നേ ഉള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർഡറിൽ തന്നെ പഠിക്കുക. ആദ്യത്തേത് സോവറിനാണ്, അത് കഴിഞ്ഞ സോവർണ സോഷ്യലിസ്റ്റ് ആണ്, പിന്നെ വരുന്നത് എന്താണ്? സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അതായത് എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഒന്നുകൂടെ പറയാം, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്.
എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രീ ആമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ 5 കാര്യങ്ങളും നമ്മുടെ പ്രീ ആമ്പിളിൽ ഉണ്ടായിരുന്നില്ല. 3 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഓക്കെ. ഇനി 1976 42ാം ഭേദഗതിയിലൂടെ ഈ 2 പദങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റും സെക്യുലറും. ഓക്കെ. അപ്പോൾ 42ാം ഭേദഗതിയിലൂടെ 1976 പ്രീ ആമ്പിളിൽ 2 വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഏതൊക്കെയാണ് 2 വാക്കുകൾ? സോഷ്യലിസ്റ്റ്, സെക്യുലർ. ഓക്കെ. അതും ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓരോന്നും ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 1976 42ാം ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ട വേർഡുകൾ അല്ലെങ്കിൽ വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റും സെക്യുലറുമാണ്. ഇനി ഇത് ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1976. ആ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനോടൊപ്പം ഒരേ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതി ഏത് തന്നെയാണ്? 1976 42ാം ഭേദഗതി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യമാണ്? ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ആ വർഷം ഏതാണ്? 1976. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി ഇതിന് കാരണമായിട്ടുള്ള 2 കേസുകളും കൂടെ നമ്മൾ പ്രിയാമ്പിൾ സെക്ഷനിൽ പഠിക്കണം. എന്തിന് കാരണമായിട്ടുള്ള? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ ഭേദഗതി ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള 2 കേസുകൾ കൂടി പഠിക്കണം. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ 1960 ബെറുബാരി കേസ്. ഏതാണ്? ബെറുബാരി കേസ് 1960. അപ്പോൾ അതിൻ്റെ വിധി വന്നത് ഇങ്ങനെയാണ്: പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല. പ്രിയാമ്പിൾ എന്താണ്? ഭരണഘടനയുടെ ഭാഗമല്ല. അതുകൊണ്ട് പ്രിയാമ്പിളിനെ തിരുത്താൻ കഴിയില്ല എന്നാണ് ബെറുബാരി കേസ് വിധി വന്നത്. ഇപ്പോൾ സാധാരണ എക്സാമിന് ചോദിക്കും ബെറുബാരി കേസിനെ കുറിച്ച്. അതായത് ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞ കേസ് ഏതാണ്? എന്താണ്? ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞ കേസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബെറുബാരി കേസ്. അത് മറക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചിരുന്നാൽ മതി. ബെറുബാരി കേസ് പ്രകാരം ഭരണഘടനയും ആമുഖവും വേറെ വേറെയാണ്. എന്താണ്? ബെറുബാരി കേസ് പ്രകാരം ഭരണഘടനയും ആമുഖവും വേറെ വേറെയാണ് എന്നോർത്തിരുന്നാൽ ആ ഒരു കേസ് മറക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആമുഖത്തെ തിരുത്താൻ കഴിയില്ല എന്ന് ബെറുബാരി കേസ് പറഞ്ഞു. ഓക്കെ. ഇപ്പോൾ ഭരണഘടനയും ആമുഖവും വേറെ വേറെയാണ്, അതുകൊണ്ട് ആമുഖത്തെ തിരുത്താൻ കഴിയില്ല എന്ന് എന്ത് പറഞ്ഞു? ബെറുബാരി കേസ് പറഞ്ഞു. അതിനുശേഷം മറ്റൊരു കേസ് വന്നു 1973 കേശവാനന്ദ ഭാരതി കേസ്. ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. ആ കേസ് പ്രകാരം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആമുഖത്തെ തിരുത്താൻ പറ്റുമെന്ന് പറഞ്ഞു. എന്താണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കാം: ഭരണഘടനയും ആമുഖവും ഒന്നാണ്, കേശവും ആനന്ദും ഒന്നാണ്. ഓക്കെ. ഇപ്പോൾ കേശവും ആനന്ദും ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കണം? ആ ഒരു കേസിൽ എന്താണ്? ഭരണഘടനയും അതുപോലെ എന്താണ്? പ്രിയാമ്പിളും ഒന്നാണ് എന്നാണ് അതിൻ്റെ വിധി വന്നത് എന്നുകൂടെ ഓർത്തു വെച്ചിരുന്നാൽ ഈ 2 കേസും കൂടെ തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസ് പ്രകാരം പറഞ്ഞത് പ്രിയാമ്പിൾ തിരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1976 42ാം ഭേദഗതിയിലൂടെ നമ്മുടെ പ്രിയാമ്പിളിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ത് ചെയ്യുന്നത്? തിരുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും തിരുത്തുന്നത് എന്നാണ്? 1976 42ാം ഭേദഗതിയിലൂടെ എങ്ങനെയാണ് തിരുത്തിയത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ 2 പദങ്ങൾ കൂടി പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിയാമ്പിളിൻ്റെ സെക്ഷനുമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സെക്ഷൻ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എക്സാമിനേഷൻ പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.